ഇതേക്കുറിച്ച് ചോദ്യം വരുമ്പോൾ നോക്കൂ, ഇങ്ങനൊരു സംഭവം നടന്നു, ദൗർഭാഗ്യകരമായ സംഭവം. പക്ഷേ ആ സംഭവം കഴിഞ്ഞ് ഈ മെഡിക്കൽ കോളേജ് ഈ PG ഡോക്ടറുടെ വീട്ടുകാരെ ഈ വിവരം അറിയിച്ചില്ല. പോലീസ് ആദ്യം കേസെടുത്തിട്ടുള്ളത് അസ്വാഭാവിക മരണത്തിനാണ്. അവിടെ റേപ്പ്, മർഡർ അത് വളരെ വ്യക്തമായിട്ടും പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ആശുപത്രി അതിൻ്റെ പ്രിൻസിപ്പൽ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് പോലും നൽകിയില്ല. ആ പ്രിൻസിപ്പൽ രാജിവെച്ചതിന് ശേഷം അദ്ദേഹത്തിന് പ്ലം പോസ്റ്റിൽ മണിക്കൂറുകൾക്കകം നിയമനം കൊടുക്കപ്പെടുന്നു. അതിനുശേഷം ഈ ഏറ്റവും ഒടുവിൽ 5 ദിവസം അന്വേഷണം എവിടെയും എത്താതെ ഇഴഞ്ഞു നീങ്ങുമ്പോഴാണ് കോടതി ഇടപെടുകയും CBI വരികയും ഒക്കെ ചെയ്യുന്നത്. ഇതിനിടയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഈ സംവിധാനം അങ്ങനെ ആയി പോകുന്നതാണോ? അവിടുത്തെ വ്യവസ്ഥാപിതമായ സംവിധാനം ഇങ്ങനെയായി മാറുന്നതാണ്? നമുക്ക് ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കാം. ഇതൊരു ഗൂഢാലോചനയോ അല്ലെങ്കിൽ യാദൃച്ഛികമായിട്ട് സംഭവിച്ച ഒരു ക്രൈമോ ആണെന്ന് വിചാരിക്കുക. മണിക്കൂറുകൾക്ക് ശേഷം ഈ ക്രൈം സീൻ കാണുന്ന ആളുകൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. റിപ്പോർട്ട് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നടക്കേണ്ടത് എന്താണ്? ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ അല്ലെങ്കിൽ ഏത് സ്ഥലത്താണോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, അതുമായി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് വളരെ വേഗം പോലീസിൽ അറിയിക്കുന്നു. പോലീസ് സ്ഥലത്തെത്തുകയും വളരെ സത്വരമായിട്ട് മറ്റു നടപടികൾ സ്വീകരിച്ച് പ്രതികളെ കണ്ടുപിടിക്കുന്നുള്ള നീക്കം നടത്തുകയും പ്രതികളെ കണ്ടുപിടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നടക്കേണ്ടത്. ഇന്നത്തെ ഗതിയിൽ ഇങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ പ്രതിയെ കണ്ടുപിടിക്കുന്നതിന് മണിക്കൂറുകൾ പോലും പോലീസിന് ആവശ്യമില്ല. അത്രത്തോളം നമ്മുടെ പോലീസ് സേന വളരെയധികം മികവ് നേടിയിട്ടുണ്ട്. പക്ഷെ ഇത് സംഭവിക്കാതെ പോകുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, ഈ ക്രൈം സീൻ കാണുന്ന ആൾ അവിടെ മുതൽ, അതെപ്പോഴാണോ സംഭവിക്കുന്നത് അവിടെ മുതൽ ഇതിൽ നടക്കുന്ന ഇടപെടലുകൾ മൂലമാണ് പലപ്പോഴും ഈ പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്നതോ പ്രതികളിലേക്ക് എത്താതെ പോകുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത് സർക്കാരിന്റെ കീഴിൽ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന ഒരു കാര്യമാകുമ്പോൾ എന്തുകൊണ്ട് ഈ മരണം മറച്ചു വെക്കപ്പെടണം? ഈ സ്ഥാപനവുമായിട്ടോ ഭരണകൂടവുമായിട്ടോ ഭരണകൂടത്തിന്റെ സംവിധാനങ്ങളുമായിട്ടോ ബന്ധമില്ലാത്ത ആളുകളാണ് പ്രതികളെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു താമസമോ മറ്റു കാര്യങ്ങളോ വരേണ്ടത്? അപ്പൊ അവിടെ മുതൽ ആരംഭിക്കുന്ന ഇതിനകത്തുള്ള കെടുകാര്യസ്ഥത, ഇഴച്ചിൽ, മറച്ചുവെക്കൽ, മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇത് താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ ഇതിന് ബന്ധമുണ്ടെന്നുള്ളതാണ്. അത് പല തരത്തിലുള്ള വിഷയങ്ങൾ ഇതിനകത്തേക്ക് വരുന്നുണ്ടാവാം. എന്തായാലും ആ വിഷയത്തിനെതിരെ പ്രതികരിക്കുന്ന ഒരാളെ നിശബ്ദരാക്കിക്കൊണ്ട് ഈ മട്ടിൽ രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് മുഴുവൻ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ ഇനി ആരെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അവരെ ഭയപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി ഈ കൊലപാതകത്തിന്റെ പുറകിലുണ്ട്. അല്ലെങ്കിൽ എത്രത്തോളം നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടക്കില്ല. വളരെ മണിക്കൂറുകൾ എടുത്ത് നടത്തിയ ഈ ആക്രമണം ഓട്ടോപ്സി റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും അതിന്റെ ഭയാനകത. ഒരു തരിയെങ്കിലും മനുഷ്യത്വം അവശേഷിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് നെഞ്ചുപൊട്ടി പോകുന്ന വിഷമത്തോടു കൂടി അല്ലാത്തത് വായിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ അങ്ങനെ ഉണ്ടായ ഒരു നിഷ്ഠൂരമായ മരണം ഇത്രത്തോളം ദിവസങ്ങളോളം മറച്ചു വെക്കപ്പെടുകയോ വലിച്ചിഴക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റിന്റെ ഭരണ സംവിധാനം ആകെ അത് അക്രമികൾക്ക് കീഴടങ്ങി കഴിഞ്ഞു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ച കാര്യമല്ല. തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണത്തിന്റെ 3ാം വർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10-15 വർഷത്തോളമായി സമാഹരിച്ചെടുത്ത ശക്തി അല്ലെങ്കിൽ സമൂഹത്തിനെ തങ്ങൾക്ക് വേണ്ടുന്ന വിധത്തിൽ വരുതിയിലാക്കുന്നതിനായിട്ട് അവര് കരുതി കൂട്ടി ഇത്ര വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ശക്തിയുടെ പ്രതിഫലനമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് രാഷ്ട്രീയമാണ്. വരും വർഷങ്ങളിൽ ഞങ്ങൾക്കെതിരെ നിങ്ങൾ ആരെങ്കിലും തിരിയാൻ തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ ഇതായിരിക്കും മറുപടി എന്നുള്ള ശക്തമായ സൂചനയാണ് അത്. ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ വിജയങ്ങൾ ജനങ്ങൾ സന്തോഷത്തോടു കൂടി എടുത്തു കൊടുത്താണെന്ന് ഞാൻ കരുതുന്നില്ല. സ്ത്രീകൾക്ക് ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുകയും അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുകയും കലാകാരന്മാർക്ക് പെൻഷൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതുകൊണ്ടൊന്നും മാത്രമല്ല. കാരണം കഴിഞ്ഞ 2 ഭരണത്തിന് ശേഷം അത്രയധികം അമർഷം ഈ സംസ്ഥാനത്തുടനീളം കൊടികുത്തി വാഴുന്ന കെടുകാര്യസ്ഥത, അഴിമതി, അക്രമം, പലതരത്തിലുള്ള ജനങ്ങൾക്കുള്ള പൊറുതിയില്ലായ്മ, ഈ വിഷയങ്ങളിലെല്ലാം ജനങ്ങൾ അസ്വസ്ഥരാണ്. പക്ഷേ ധൈര്യസമേതം തെരഞ്ഞെടുപ്പുകളിൽ ചെന്ന് തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നുള്ള ഒരു ഭരണ സാഹചര്യം നിലവിലില്ല. ആ ഭയത്തിന്റെ തുടർച്ചയായിട്ട് സംഭവിക്കുന്ന വിജയങ്ങളാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഈ പ്രതികരണത്തിന്റെ ഭാഗമായി തെരുവിലിറങ്ങുന്ന ജനങ്ങൾ ഒന്നടങ്കം സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുക. അപ്പൊ സർക്കാരിനെതിരെ തിരിഞ്ഞത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ 10-15 വർഷത്തോളമായി പല പല കാരണങ്ങൾ കൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന വിഷയങ്ങളുടെ ഏറ്റവും അങ്ങേയറ്റത്തേക്ക് എത്തിയിരിക്കുന്നു എന്നും ഇനി പ്രതികരിക്കാതിരുന്നാൽ തങ്ങളുടെ സ്വൈര ജീവിതം, എന്തെങ്കിലും അനീതിക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളുടെ മാത്രമല്ല, സ്വൈരമായി വീടിനുള്ളിൽ കഴിയുന്ന ആളുകളുടെ പോലും സ്വൈര ജീവിതവും തകർക്കപ്പെടുന്ന രീതിയിലേക്ക് ഒരു ഗുണ്ടാരാജ്യം. തീർച്ചയായും ഒരു ബ്രേക്കിംഗ് പോയിന്റ് വരുമ്പോൾ ജനങ്ങൾ ഉണരും എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. അത്